അംബാസഡർ കാറിൽ യാത്ര ചെയ്തിരുന്ന ഒരു മെത്രാൻ കർദിനാളായി കൊച്ചിയിൽ വന്നപ്പോഴും അംബാസഡർ കാർ മതി എന്ന് പറഞ്ഞു. 10,000 രൂപയിൽ കൂടിയ തുക പണമായി കണ്ടിട്ടില്ല എന്ന് ആ വ്യക്തി പറഞ്ഞു. ആ തുക പോലും കൃത്യമായി എണ്ണാൻ അറിയില്ല എന്നും ആ വ്യക്തി തുറന്നു സമ്മതിച്ചു. വല്ലപ്പോഴുമൊക്കെ ഓരോ ചടങ്ങുകൾക്ക് പോകുമ്പോൾ സ്നേഹോപഹാരമായി കിട്ടുന്ന ചെറിയ തുകകൾ പോലും എണ്ണി നോക്കാതെ കവർ സഹിതം ഓഫീസിൽ കൊടുത്ത് അക്കൗണ്ടിൽ ചേർക്കുന്ന വ്യക്തി, രൂപതയുടെ എല്ലാ പണമിടപാടിനും കൃത്യമായ കണക്ക് വേണമെന്ന് പറഞ്ഞ വ്യക്തി, അതെ, കർദിനാൾ ജോർജ് ആലഞ്ചേരി തന്നെ. കർദിനാൾ ആലഞ്ചേരി സഭയുടെ 40 കോടി തട്ടിയെടുത്ത് നഷ്ടം വരുത്തി എന്ന് പറഞ്ഞ് നടക്കുന്നവരെ വിളിക്കാൻ മഹാപാപികൾ എന്ന വാക്ക് മതിയോ? കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണം മറയ്ക്കാനുണ്ടാക്കിയ നാടകമാണ് കുർബാന തർക്കമെന്നും ആലഞ്ചേരി സഭയ്ക്ക് കോടികളുടെ നഷ്ടം വരുത്തിയെന്നും അത് നികത്താൻ റോം ആവശ്യപ്പെട്ടെന്നും ആരോപിച്ച് ആലഞ്ചേരി ഭൂമിക്കള്ളൻ എന്ന തിലകം ചാർത്തി സ്വന്തം മാനസിക വൈകല്യം പ്രദർശിപ്പിച്ച് നിരന്തരം ദൂഷണ വിഷം പരത്തുന്ന ചീഞ്ഞ നാവുകളോട് ഒരു വെല്ലുവിളിയും ഒരു ചോദ്യവും ആവർത്തിക്കുകയാണ്. ഒരു സഹായ മെത്രാൻ യന്ത്രത്തിൻ്റെയും ഒരു പഴയിടത്തിൻ്റെയും സാന്നിധ്യത്തിൽ 7 വർഷം മുൻപ് പാസ്റ്ററൽ കൗൺസിലിൽ ജോയ് ജോസഫ് കീഴേത്ത് എന്ന വ്യക്തി ഉയർത്തിയ വെല്ലുവിളി തന്നെ ആദ്യം. സഭയുടെ 1 രൂപയെങ്കിലും ആലഞ്ചേരി തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് 3 കോടി രൂപ വില വരുന്ന എൻ്റെ 3 ഏക്കർ ഭൂമി സൗജന്യമായി എഴുതിത്തരാം എന്നാണ് ജോയ് ജോസഫ് അന്ന് ഓഫർ വെച്ചത്. ഭൂമിക്കള്ളൻ എന്ന ദിവസവും സുഹൃത ജപം ചൊല്ലിയിരുന്ന മഹാപുണ്യാളന്മാർ പലരും അന്നേരം വാവ് പൊളിച്ചില്ല, മുഖം കുനിച്ച് മറഞ്ഞിരുന്നു. ആ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഏറ്റെടുക്കാൻ തൻ്റെ ഇടമുള്ള ഒരാളെങ്കിലും ഇനി ഈ സഭയിൽ ബാക്കിയുണ്ടോ? എങ്കിൽ മുന്നോട്ട് വാ. പോളക്കാടനും മുണ്ടുവാടക്കാരനും പോപ്പുലർ സഖാവും കഞ്ഞിക്കോരനും ആലഞ്ചേരി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖം മൂടിക്കെട്ടി തെരുവിലിറങ്ങിയ കന്യാസ്ത്രീകളടക്കമുള്ള പോരാളികളും കോലം കത്തിച്ച കൊലപാതകികളും ഉൾപ്പെടെയുള്ള വിഷജീവികൾക്ക് ഈ കള്ളം പറഞ്ഞു നടക്കുന്നതിനേക്കാൾ എത്രയോ ലാഭകരവും സന്തോഷദായകവുമായൊരു അവസരമാണ് ജോയി കീഴത്തിന്റെ 3 കോടി ബമ്പർ ഓഫർ സ്വീകരിക്കുക എന്നത്. അതായത് കർദിനാൾ ആലഞ്ചേരി പിതാവ് ഏതെങ്കിലും വിധത്തിൽ കറക്റ്റായിട്ടുണ്ടെന്ന്, ഭൂമി കച്ചവടത്തിലോ അല്ലാതെയോ ഏതെങ്കിലും വിധത്തിൽ കറക്റ്റഡ് ആണെന്ന് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ആൻസസ്റ്ററായിട്ട് ആരക്കുന്നത്ത് കിട്ടിയിരിക്കുന്ന ഭൂമി 3 ഏക്കർ റബ്ബർ തോട്ടം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുന്നു. And it should be proved with a recordable proven anything ready to share my property. ഓണക്കാലമല്ലേ, ചുമ്മാ കയറി ചെല്ല്. ഇത് വേണ്ടെങ്കിൽ തെളിയിക്കാനുള്ള കോപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, ചങ്കൂറ്റമില്ലെങ്കിൽ മേലിൽ ബബ്ബമ്മ എന്നൊന്നും പറയരുത്. അടുത്തത് മറ്റൊരു ചോദ്യമാണ്. പണ്ട് ചോദിച്ചത് തന്നെ, ആലഞ്ചേരി 40 കോടി വെട്ടിച്ചതിന് തെളിവുണ്ട് എന്ന് അന്നും ഇന്നും എന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിമത വിഡ്ഢികളെ, അങ്ങനെയെങ്കിൽ ആ തെളിവ് മതിയായിരുന്നില്ലേ അങ്ങേർക്കെതിരെ കേസെടുക്കാൻ? എന്തിനാണ് വ്യാജരേഖ ഉണ്ടാക്കിയത്? തെളിച്ചു പറയൂ. അസൽ തെളിവില്ലാഞ്ഞിട്ടാണ് വ്യാജ തെളിവുണ്ടാക്കാൻ പോയതെന്ന് മനസ്സിലാക്കാത്ത മരമണ്ടന്മാർ ഇനിയുമുണ്ടോ ഈ ലോകത്ത്? എന്നിട്ടോ കുടച്ചക്കര മെത്രാന്റെ മണിപ്പവർ കിലുക്കത്തിന്റെ കൊഴുപ്പിൽ പ്രതികളെ നിയമത്തിന്റെ കഴുകൻ കൊക്കിൽ നിന്ന് രക്ഷിക്കാൻ കൈക്കൂലിക്കോഴിയുടെ ചിറകിൻ കീഴിൽ ഒതുക്കി നിർത്താൻ പാടുപെടുകയാണിപ്പോൾ. വർഷങ്ങളോളം സഭാവക്താവായിരുന്ന ഒരു പണ്ഡിത താത്വിക മഹാവീര തേൽവിഷക്കാടൻ കർദിനാളിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന കേസിൽ 7 വർഷം തടവിൽ പോകാനിടയായാൽ വിമതർക്ക് കയറോ എലിവിഷമോ എടുത്തേ പറ്റൂ എന്ന് കാനഡയിൽ കാലുള്ള മഹായന്ത്രത്തിനറിയാം. അതിൻ്റെ ചികിത്സ കിട്ടിയ വിമതർക്കും അറിയാം. ഇനി ഇച്ചിരി ചരിത്രം പറയാതെ വയ്യ. ഭൂമി വിൽപ്പനയുടെ പേരിൽ സഭാ തലവനെതിരെ കൊടുത്ത നിരവധി കേസുകളിൽ 2021 കേരള ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ സീറോ മലബാർ സഭയുടെ കൗതാശികമായ കാര്യങ്ങളൊഴികെ എല്ലാ കാര്യങ്ങളും ട്രസ്റ്റ് നിയമങ്ങൾ അനുസരിച്ചാണ് നടത്തപ്പെടേണ്ടത് എന്ന് വിധിച്ചിരുന്നു. എന്നാൽ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സഭയ്ക്ക് ട്രസ്റ്റ് ആക്ട് പ്രകാരം എന്ത് തീരുമാനമാണ് എടുക്കാൻ കഴിയുക? മാർ ജോർജ് ആലഞ്ചേരിയും സഹായമെത്രാന്മാരും മറ്റ് പ്രമുഖ വൈദികരും ഉൾപ്പെട്ട ആലോചനാ സമിതി സംയുക്തമായി കൈക്കൊണ്ട ഭൂമി വിൽപ്പനയെയാണ് ഒരു പറ്റം മെത്രാന്മാർ ഭൂമി കുംഭകോണമായി ചിത്രീകരിച്ചതും കോടതിയിലേക്ക് കൊണ്ടുപോയതും. ഒടുവിൽ അവർ സ്വയം അവഹേളിതരാവുകയും പ്രതിക്കൂട്ടിലാവുകയും ചെയ്തു. എലിയെ തോൽപ്പിക്കാൻ ഇല്ലത്തിന് തീയിട്ട എറണാകുളം വിമതർക്ക് ചരിത്രം മാപ്പ് നൽകുമോ? ഭൂമിയിടപാട് വിവാദത്തിൽ 2023 ഏപ്രിൽ 14 കത്തോലിക്ക സഭയുടെ പരമോന്നത നീതിപീഠം സുപ്രീം ട്രിബ്യൂണൽ ഓഫ് അപ്പസ്റ്റോലിക്ക സിഞ്ഞത്തൂര അന്തിമ വിധി പുറപ്പെടുവിക്കുമ്പോൾ അതിലുയർന്നു നിന്നത് സീറോ മലബാർ സഭയുടെ തലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സത്യസന്ധതയാണ്. അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി മാന്യന്മാരാകാൻ ശ്രമിച്ച അതിരൂപതയിലെ ഉപജാപക സംഘത്തിൻ്റെ മനക്കോട്ടകൾ അതോടെ തകർന്നു വീണു.
അവരുടെ ഉള്ളിലെ ദുഷ്ടത സമൂഹത്തിൽ അനാവരണം ചെയ്യപ്പെട്ടു. പോരാഞ്ഞിട്ട് കുറെ പേർ ഇപ്പോൾ പ്രതിക്കൂട്ടിലും നിൽക്കുന്നു. ഭൂമിയിടപാടിലെ വിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വത്തിക്കാനിലെ പരമോന്നത നീതിപീഠം വിധി പറഞ്ഞത് ഇങ്ങനെയാണ്: ആത്യന്തികമായി തീരുമാനമെടുത്ത വിഷയങ്ങൾ പുനഃപരിശോധിക്കേണ്ടതില്ല. നിയമപരമായ എല്ലാ പൂർണ്ണതയോടും കൂടി ബന്ധപ്പെട്ട എല്ലാവരും ഇത് അറിഞ്ഞുകൊള്ളുക. ഭൂമി വിൽപ്പനയിൽ ഉയർന്ന വിവാദങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്ന് അപ്പസ്തോലിക സിഞ്ഞത്തൂരയുടെ വിധിയിൽ പറഞ്ഞിട്ടും ഇപ്പോഴും ഭൂമിക്കള്ളനെന്ന് വിളിച്ച് കേഴുന്ന കുറുക്കന്മാർക്ക് ഒരു തെളിവുമായി മുന്നോട്ട് വരാനുള്ള തൻ്റെ ഇടമില്ല. പാതിരയ്ക്കാണല്ലോ കുറുക്കന്മാർ ഓരിയിടുന്നത്, വെളിച്ചത്ത് വരാൻ ധൈര്യമില്ല. എല്ലാ കാനോനിക സമിതികളുടെയും കൂടിയാലോചനയിലൂടെയാണ് ഭൂമി വിൽപ്പന നടന്നതെന്നും മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവെച്ചതേ ഉള്ളൂ എന്നും ആയതിനാൽ മറിച്ചുള്ള യാതൊരു ആരോപണങ്ങളും നിലനിൽക്കുകയില്ലെന്നുമുള്ള പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ കണ്ടെത്തലുകളെ പരമോന്നത നീതിപീഠം പൂർണ്ണമായി ശരിവെച്ചു എന്ന് ഈ കാട്ടുകുറുക്കന്മാർ ഇനിയെങ്കിലും അറിഞ്ഞിരിക്കണം. ഭൂമി വിൽപ്പനയിലൂടെ അതിരൂപതയ്ക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും വന്നിട്ടില്ല എന്നും അപ്പസ്തോലിക സിഞ്ഞത്തൂര കണ്ടെത്തി. തെളിവെല്ലാം നെറ്റിൽ പച്ചയ്ക്ക് കിടപ്പുണ്ട്. അതിരൂപതയ്ക്ക് ലഭിക്കുവാനുള്ള പണത്തിന് പകരമായി ലഭിച്ച ഈട് വസ്തുക്കൾ, കൊളാറ്ററൽ പ്രോപ്പർട്ടി വിൽക്കുകയോ ആസ്തിയായി ചേർക്കുകയോ ചെയ്യുവാൻ അതിരൂപതയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ അതിരൂപതയ്ക്ക് നഷ്ടം നേരിട്ടുവെന്നും അതിന് മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് നഷ്ടപരിഹാരം റെസ്റ്റിറ്റ്യൂഷൻ നടത്തണമെന്ന് പൗരസ്ത്യ തിരുസംഘം നിർദ്ദേശിച്ചു എന്ന് ചില വ്യക്തികൾ വ്യാഖ്യാനിച്ചത് തെറ്റാണെന്നും അങ്ങനെ ദുർഭാഷണം നടത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആ അന്തിമ വിധിയിൽ പറയുന്നു. അനാവശ്യമായ വിവാദമുയർത്തിയ തൽപര കക്ഷികൾക്ക് മുൻപിൽ ഇപ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. അവർക്കിനി രണ്ട് വഴികളെ അവശേഷിക്കുന്നുള്ളൂ. ഒന്നുകിൽ സഭയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്ക് പതുക്കെ എഴുന്നള്ളുക. കർദിനാൾ ആലഞ്ചേരിക്കെതിരെ കേസ് കൊടുത്ത അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ മുട്ടുകുത്തി കൈമുത്തി മാപ്പ് ചോദിച്ചത് വിമതർക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. നാണിക്കാനൊന്നുമില്ല. ആരോപണങ്ങളും കള്ളക്കേസും കൊണ്ട് മനസ്സുമെടുത്ത് ആലഞ്ചേരി ഒരു ദിവസം സ്ഥാനമൊഴിയുമെന്നും ആ സ്ഥാനത്ത് കയറാമെന്നും ചില വില്ലന്മാർ കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ അവർ മെനഞ്ഞ തന്ത്രങ്ങളും യന്ത്രങ്ങളും പൊളിഞ്ഞുപോയി. മാധ്യമങ്ങളെ ക്ഷണിച്ചു വരുത്തി മെത്രാപ്പൊലീത്ത അതിരൂപതയുടെ ഭൂമിയെല്ലാം വിറ്റുതുലച്ചു എന്ന പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ പുരോഹിതൻ ഇന്ന് അജ്ഞാതവാസത്തിലാണ്. അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് വിധിച്ചുകൊണ്ട് പൊതുനിരത്തിൽ പ്രകടനം നടത്തിയ വൈദികരെന്ന് സഭയുടെയും സമൂഹത്തിൻ്റെയും മുൻപിൽ കോമാളികളായി നിൽക്കുകയാണ്. ആലഞ്ചേരിക്കെതിരായി നിരന്തരം സംസാരിക്കുകയും കർദിനാൾമാരുടെ കോലം കത്തിക്കുകയും ചെയ്തവർക്കും ഈ 3 കോടിയുടെ വെല്ലുവിളി സ്വീകരിക്കാം. ചങ്കൂറ്റമുണ്ടോ? കർദിനാൾ കുറ്റക്കാരനാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വ്യാജരേഖ നിർമ്മിച്ച 3 വൈദികർ ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന വിധത്തിൽ അതിരൂപതയിലെ വിമതപക്ഷം അധപ്പതിച്ചത് എത്രയോ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഇതല്ലേ ഈ വിവാദങ്ങളുടെയൊക്കെ ബാക്കിപത്രം? അനേകം വർഷങ്ങളുടെ പരിശ്രമ ഫലമായി സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതി അംഗീകരിക്കുകയും സഭയിലെ 34 രൂപതകളും അത് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ജനാഭിമുഖ കുർബാനയുമായി മുൻപോട്ട് പോയതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം ആലഞ്ചേരിയെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്നുള്ള വിമത പുരോഹിത യന്ത്രമുണ്ടുവാടൻ വിഷക്കാടൻ നേതാക്കന്മാരുടെ ദുർവാശി ഒന്ന് മാത്രമായിരുന്നു. സീറോ മലബാർ സഭയുടെ തലവൻ എന്ന നിലയിൽ 2022 ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടിയിരുന്നത് കർദിനാൾ ജോർജ് ആലഞ്ചേരി ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിടാൻ പറ്റാത്ത സാഹചര്യം വന്നു എന്ന് മനസ്സിലായപ്പോൾ ഏതു വിധത്തിലും ഇത് തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് അതിന് ഒരു ദിവസം മുൻപേ തന്നെ കുർബാന അർപ്പിക്കുവാനെന്ന നാട്യത്തിൽ ബസിലിക്കയുടെ അൾത്താരയിൽ ഇരച്ചു കയറിയ വിമത പുരോഹിതർ തുടർച്ചയായി പിറ്റേന്ന് രാവിലെ 11 മണിക്ക് പോലീസ് ദേവാലയം അടപ്പിക്കുന്നതുവരെ മാരത്തോൺ ആഭിജാന കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് എന്നത് മറക്കരുത്. സഭയുടെ സുപ്രീം ട്രൈബ്യൂണൽ അംഗീകരിച്ച ഈ സത്യം മാർപ്പാപ്പ, മേജർ ആർച്ച് ബിഷപ്പ്, സിനഡ്, പ്രാദേശിക വികാരി എന്നിവരുമായുള്ള കൂട്ടായ്മയിൽ തങ്ങളുടെ കത്തോലിക്ക വിശ്വാസം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ. ഇനിയും ചോദിക്കട്ടെ, ആർക്കെങ്കിലും വേണോ 3 കോടിയുടെ ഭൂമി സൗജന്യമായി? ആലഞ്ചേരി ഭൂമിക്കള്ളൻ എന്നതിന് തെളിവുമായി ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നാൽ മതി. വരാൻ മനസ്സില്ലെങ്കിൽ, കയ്യിൽ കോപ്പില്ലെങ്കിൽ, ചങ്കൂറ്റമില്ലെങ്കിൽ മേലാൽ ഈ വാക്ക് മിണ്ടരുത്. ഏത്? ഭൂമിക്കള്ളൻ, ഭൂമിക്കള്ളൻ എന്ന് ഇനിമേലിൽ പറയരുത്.